ഹലോ, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം സൂവിലോട്ട് വന്നേക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങ് പുറത്താണ് പാർക്ക് ചെയ്തത്. നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ കുറേ നാളായിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കുന്ന കൗണ്ടറാണ് കേട്ടോ. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോയി. ഇതേ കാട്ടുപോത്തിനെയൊക്കെ കണ്ട്, നല്ല അടിപൊളി വലിയ കാട്ടുപോത്ത് കേട്ടോ. ഒരെണ്ണം ഭയങ്കര വലുതായിരുന്നു. പിന്നെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ആളിനെയൊക്കെ പോകുന്ന ശ്രദ്ധിക്കുകയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മങ്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ഇനമാണ്. എനിക്ക് കറക്റ്റ് ഇനം ഏതാണെന്ന് അറിയത്തില്ല. പക്ഷേ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയി കേട്ടോ. ചില ഭാഗങ്ങളിൽ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ കരുതി നല്ല തേഞ്ഞു പോകുമെന്ന് കരുതി വെയിൽ കാരണം. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ പറ്റും. പിന്നെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല തണലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയേറെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഒരു 3 വർഷം മുമ്പിട്ടായിരുന്നു ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് കുറേ ഐറ്റംസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്രാവശ്യം പോയപ്പോൾ അതിനെ ഒന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പം എന്തോ ഇല്ലയോ എന്തോ അതോ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് അതൊക്കെ ഡെഡായോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇത് വെള്ളിമൂങ്ങയാണ് കേട്ടോ. വെള്ളിമൂങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് വന്നപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റി. ഇപ്രാവശ്യം അദ്ദേഹം അങ്ങ് മേളിൽ കയറി നിൽക്കുമായിരുന്നു. കരടിക്കുട്ടന്മാരാണ് കേട്ടോ. ഇവിടെ ഒരാളിങ്ങനെ പാത്ത് പമ്മി ഇരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയാൻ നേരത്തെ അത് പുറത്ത് വന്നു കേട്ടോ. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ അടിയായിരുന്നു കേട്ടോ. അടിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും 2 സൈഡിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട്. പക്ഷേ നേരത്തെ പോലെയല്ല കേട്ടോ. ഇവിടെ ഒരുപാട് മൃഗങ്ങളും ഒക്കെ കുറവാണ്. എന്താണോ എന്തോ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ. ഒരുപാട് ദൂരം നടന്നതല്ലേ. കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ പോയത്. നമ്മുടെ സിംഹക്കുട്ടിയുടെ അടുത്താണ് കേട്ടോ പോകുന്നത്. സിംഹക്കുട്ടിയൊന്നുമല്ല, ആള് വലുതാണ്. പുള്ളിക്കാരൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ഭയങ്കരമായിട്ട് പോസ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ നമ്മുടെ കാണ്ടാമൃഗങ്ങളെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തത്. എന്താ സൈസാണ്. അതിൻ്റെ മേളിലൊരു കാക്കയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് എന്തോ ഒരു പൊടിമാതിരിയുള്ള ഫുഡൊക്കെയാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പം അതൊക്കെ ആ സൈഡിൽ അവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയിന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. എന്താ വലിപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വലിപ്പം. പിന്നെ ഇത് കുറേ മാൻകൂട്ടങ്ങളാണ് കേട്ടോ. അവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു കേട്ടോ അവറ്റകൾ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയത്. നമ്മളവിടെയൊക്കെ നടന്ന് കാണുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ടൈം എടുക്കും. പിന്നെ വിശന്നിട്ട് ആകെ അങ്ങ് ക്ഷീണിച്ച കേട്ടോ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്.
പിന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡോ അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് തളർന്ന്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി കേട്ടോ നമ്മൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കഴിച്ച്, പിന്നെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. നമ്മൾ അടുത്ത കടുവയാണ് കേട്ടോ. കടുവയായാലും സിംഹമായാലും എല്ലാവരും നല്ല പോലെ കിടക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണോ എന്താണെന്നറിയത്തില്ല. ഈ കടുവയുടെ ഒരു കിടത്ത കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. ഇതിൻ്റെ കാര്യമൊന്നും പറയാനില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഓടുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മയിലൊക്കെ കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പം നല്ല വെള്ള മയിലുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് പീലി വിടർത്തിയൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഈ ഉരകങ്ങളുടെ ആ ഒരു സെക്ഷനിലോട്ട് പോകാനാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ പാമ്പിനെ അങ്ങനെയുള്ളതിനെയൊക്കെ കാണാൻ. ഇത് ഗ്രീൻ അനാക്കോണ്ടയാണ് കേട്ടോ. ഭയങ്കര സൈസായിരുന്നു. അത് മാത്രമല്ല ഇത് വെള്ളത്തിനടിയിലായിട്ട് ഇങ്ങനെ ഭയങ്കര സൈസിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, അനങ്ങാതിരിക്കുകയാണ്. ചില പാമ്പിൻ്റെയൊക്കെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ വെള്ളമൊക്കെ ആക്കി അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ കൊടുക്കുമോ എന്തോ, ഇതിനെയൊക്കെ പേടിയില്ലയോ എന്ന്. ഒരു ഭാഗം കണ്ടോ, അടിയിലായിട്ടാണ് കേട്ടോ. ഇത് പുറത്ത് വന്നിരുന്നെങ്കിൽ നന്നായിട്ട് കാണാമായിരുന്നു കേട്ടോ, പക്ഷെ അങ്ങനെയൊന്നും വരില്ലെന്ന് തോന്നുന്നു. പിന്നെ രാജവെമ്പാലയാണ് കേട്ടോ. എന്തോരം വലിയൊരു പാമ്പ്, ഇതിങ്ങനെ ഇഴഞ്ഞ് വരുവാണ്. കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. അടുത്ത നമ്മൾ പോയത് അക്വേറിയത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ച് അവിടെ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആകെ അങ്ങ് ടയേർഡായി. പിന്നെ എന്തൊക്കെയോ ക്ലോസും ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു അക്വേറിയം എന്ന് പറയുന്നത് കുറച്ച് മീനുകളേ ഉള്ളത് കാണാൻ ഭംഗിയുള്ള മീനൊക്കെ തന്നെ. പിന്നെ ആൾക്ക് 30 രൂപയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇറങ്ങാന്നേ ഉള്ളൂ. അത്ര ആ ഒരു വേർത്തൊന്നും അല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയണേ. പിന്നെ അവിടെ നിന്നും കുറച്ച് നേരം ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എല്ലാ മീനുകളെയൊക്കെ ഒന്ന് കണ്ട്. പിന്നെ ഈ ഒരു മീനാണെങ്കിൽ താഴത്തുനിന്ന് മാറുന്നില്ലായിരുന്നു കേട്ടോ. ഈ ഫുഡോ കാര്യങ്ങളോ ഒക്കെ അടിയിൽ നിന്ന് കഴിക്കുകയാണോ അതോ ആയിട്ടിരിക്കുന്ന ആ ഒരു മണ്ണ് കഴിക്കുകയാണോ എന്നറിയാൻ പാടില്ല. ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മീൻ ഗോൾഡ് ഫിഷ് ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു 30 രൂപയ്ക്ക് ജസ്റ്റ് ഒരു റൗണ്ടേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നേരെ പാർക്കിലോട്ടാണ് കേട്ടോ പോയത്. ആകെ ടയേർഡാണ്, പക്ഷേ ആ കുട്ടികളുടെ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് മോനെ കൊണ്ട് പാർക്കിലോട്ട് കയറി. പിന്നെ 1-2 റൈഡൊക്കെ പോയുള്ളൂ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിലൊന്നും കയറാൻ നിൽക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അത്രയ്ക്ക് ടയേർഡായിരുന്നു. കുറച്ച് നേരം നല്ല റിലാക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് കയറിയപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. നല്ല തണലും നല്ല സീനറി, ചെടികൾ അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ ഒന്നും കയറി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.